അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷയിൽ മൂന്നാം തരത്തിലെ അഖീദയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ പരിശുദ്ധനാണ് അസ്രായീൽ അലൈഹിസ്സലാം, സത്യവിശ്വാസി, തിന്മ ജിബ്രീൽ അലൈഹിസ്സലാം, നന്മ. അതിൽ 6 ചോദ്യങ്ങളാണുള്ളത്. 1. വലതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു നന്മ. 2. മുഅ്മിൻ സത്യവിശ്വാസി. 3. പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. 4. റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അസ്രായീൽ അലൈഹിസ്സലാം. 5. നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. 6. ഇടതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു തിന്മ. സെക്ഷൻ 2 വാജിബും മുസ്തഹീലും വേർതിരിക്കാം. ബ്രാക്കറ്റിൽ വാജിബും മുസ്തഹീലും ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിനെ വാജിബായ സിഫത്തിനെ വാജിബിൻ്റെ കോളത്തിലേക്കും മുസ്തഹീലിനെ മുസ്തഹീലിൻ്റെ കോളത്തിലേക്കും എഴുതാം. വാജിബായത് പറയാം: ഫതാനത്ത്, സിദ്ക്ക്, അമാനത്ത്, തബ്ലീഗ്. മുസ്തഹീൽ കിത്മാൻ, ബലാദത്ത്, ഖിയാനത്ത്, കദിബ്. സെക്ഷൻ 3 ഉപമ എഴുതാം. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി ആരെപ്പോലെയാണ്? അതിൻ്റെ ആൻസർ ഈത്തപ്പഴം പോലെയാണ്. 2. ഖുർആൻ ഓതാത്ത കപടവിശ്വാസി ആട്ടങ്ങ പോലെയാണ്. 3. ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി മാതള നാരങ്ങ പോലെയാണ്. സെക്ഷൻ 4 രണ്ടെണ്ണം വീതം എഴുതാം. ഉളുൽ അസ്മുകൾ, അസാമാന്യ മനക്കരുത്തുള്ള 5 പ്രവാചകന്മാരുണ്ട്. അതിൽ നിന്ന് 2 ആളുടെ പേരാണ് എഴുതാൻ പറയുന്നത്. 1 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ഇബ്രാഹിം നബി അലൈഹിസ്സലാം, 3 മൂസ അലൈഹിസ്സലാം, 4 ഈസാ അലൈഹിസ്സലാം, 5 നൂഹ് അലൈഹിസ്സലാം. 2 ഏടുകൾ ലഭിച്ച നബിമാർ: ആദം അലൈഹിസ്സലാം, ശീഷ്, ഇദ്രീസ്, ഇബ്രാഹിം അലൈഹിസ്സലാം. 3 കിതാബുകൾ ലഭിച്ച നബിമാർ: മൂസ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സെക്ഷൻ 5 ഉത്തരം എഴുതാം. 1. നബിമാർ എന്ന് പറയുന്നത് ആർക്കാണ്? അതിൻ്റെ ആൻസർ വഹി എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തയച്ചവർക്കാണ് മുർസലുകൾ എന്ന് പറയുന്നത്, നബിമാർ എന്ന് പറയുന്നത്. 2. മുർസലുകൾ ആരാകുന്നു? നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുർസലുകൾ. 3. അൽ ബഖറ സൂറത്ത് ഓതിയാൽ വീട്ടിൽ എന്ത് ലഭിക്കും? അതിൻ്റെ ആൻസർ പിശാച് ഓടി രക്ഷപ്പെടും. 4. മുൻകർ നക്കീർ അലൈഹിസ്സലാം ഖബറിൽ എന്തിനെക്കുറിച്ചെല്ലാമാണ് ചോദിക്കുക? അതിൻ്റെ ആൻസർ റബ്ബിനെ കുറിച്ചും നബിയെക്കുറിച്ചും ദീനിനെക്കുറിച്ചും മറ്റുമാണ് ചോദിക്കുക. സെക്ഷൻ 6 ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാം. ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ മാത്രം താഴെ എഴുതുക. 1. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ നബിയാണ്. അത് ശരിയായ പ്രസ്താവനയാണ്, താഴെ എഴുതുക. അതിൽ തന്നെ സബൂറിൻ്റെ ഭാഷ അറബിയാകുന്നു. അത് ശരിയായ പ്രസ്താവനയല്ല, എഴുതേണ്ടതില്ല. അടുത്തത് സ്വർഗം കാക്കുന്ന മലക്ക് റിദ്വാൻ അലൈഹിസ്സലാമാണ്. അത് ശരിയായ പ്രസ്താവനയാണ്, അതിന് 2ാമത്തെ കോളത്തിലേക്ക് എഴുതുക. ഇനി സെക്ഷൻ 7 ക്രമത്തിലാക്കാം, ഓർഡറിലാക്കാനാണ് പറയുന്നത്. ഫൈന്നഹു യഅതി ഷഫീഅൻ ഇഖ്റഉൽ ഖുർആന യൗമൽ ഖിയാമത്തി ലിയസ്ഹാബി. അതിന് ഓർഡറിലാക്കുമ്പോൾ ഇഖ്റഉൽ ഖുർആന ഫൈന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലിയസ്ഹാബിഹി. അങ്ങനെയാണ് ഓർഡറിലാക്കുമ്പോൾ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം തരത്തിലെ അഖീദയിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കുകയും തദ്രീബാത്തുകളൊക്കെ ആവർത്തിച്ച് പഠിക്കുകയും കിതാബുകളും മറ്റും വായിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.